ഹായ് ഹലോ എല്ലാവർക്കും അഗ്ഗി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്, വോൺ വോയിസ് വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു മിനി വ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായിട്ട് നിൽക്കുന്നത് എവിടെ പോകാനാണെന്നറിയോ? ഞങ്ങൾ ഗുരുവായൂർ പോവാണേ. കുറേ നാളത്തെ പ്ലാനാണ്, അങ്ങനെ ഫൈനലി ഇന്നത് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ടു. 2 മണിക്കൂറുള്ള ഒരു ട്രാവൽ. 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കുറേ നാളത്തെ പ്ലാനിങ് ആണ് കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ അവിടേക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനേ പറ്റുന്നില്ല. ഇതിന് മുന്നേ ഒരു വട്ടം പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അന്നും അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. ഫൈനലി ഇന്ന് അമ്മ അവിടെ എത്തിയിട്ടുണ്ടേ. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോകുമ്പം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം വലിയ ക്യൂ ആയിട്ട് ഒത്തിരി സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തിറങ്ങാൻ. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം അതൊക്കെ നോക്കി തിരക്കില്ലാത്ത ദിവസം, അങ്ങനെ ചൊവ്വ ബുധൻ വെള്ളിയൊക്കെ തിരക്ക് കുറവാന്ന് കണ്ടു. അങ്ങനെ ഞങ്ങൾ ചൊവ്വാഴ്ച പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നോർമലി മുന്നേ ഞാൻ വന്നത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് തിരക്ക് കുറവായിരുന്നു. എന്നാലും തിരക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 6:30-ക്കൊക്കെ അകത്ത് ക്യൂവിൽ കയറിയിട്ട് ഇറങ്ങുമ്പോൾ ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും എനിക്ക് തോന്നുന്നു ഇന്ന് ഇത്തിരി കുറച്ച് സ്പീഡായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, നല്ലോണം നമുക്ക് പ്രാർത്ഥിക്കാനും കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ബാലഗോപാലനായിരുന്നു കേട്ടോ ഞങ്ങൾ കയറിയ സമയത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എന്താ പറയുക, അത്യാവശ്യം സമയമെടുത്ത് നല്ലപോലെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമായേ. കുറേ നാൾ കാത്തിരുന്ന് പോയിട്ട് ഭയങ്കര വേർത്തായ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഹെയറൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് പൂ വാങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഫുള്ള് വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റത്തെ ഷോപ്പ് എത്തിയപ്പോൾ എന്തായാലും കുറച്ച് വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുടി തീരെയില്ലാത്തോട്ട് പൂ വെച്ചാൽ ഭയങ്കര ബോറായിരിക്കും. എന്നാലും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൂവൊക്കെ മേടിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടോ, ഞങ്ങൾ ചെല്ലുമ്പോൾ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഞങ്ങൾ എന്താ പറയുക, കിഴക്കേ നടേൻ്റെ അവിടെ നിന്നൊക്കെ പോയിട്ട് അങ്ങ് അറ്റത്തൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്തുണ്ടായിരുന്നു. ആ കുളത്തിൻ്റെയൊക്കെ അവിടെയായിരുന്നു ഞങ്ങൾ ക്യൂവിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അവിടെ ആന ഉണ്ടായിരുന്നു, അലൂന് 2 ആന ഉണ്ടായിരുന്നു. അതൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ കുളത്തിൻ്റെ അവിടെ പോയിട്ട് ഫിഷിനൊക്കെ കാണിച്ചു കൊടുത്തു. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇത് നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ, വിജയൻ എന്ന് പറയുന്ന. പുള്ളിയുടെ ഓട്ടോയിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ കുറേ നേരം ആ ഏട്ടൻ്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എടുത്തോണ്ട് നടക്കാനും കൂടെ നടക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ചൊരു റിലീഫ് ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അകത്തുനിന്ന് അലുവിനൊരു മയിൽപ്പീലിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്നു. പിന്നെ കുറേ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, അതൊക്കെ കുറേ നേരം കണ്ടു. പിന്നെ ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ. ഞങ്ങൾ ചെല്ലുമ്പോൾ തിരുവാതിര ഉണ്ടായിരുന്നു വലിയ ചേച്ചിമാരുടെ. അപ്പോൾ അതൊക്കെ കണ്ടു. അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. പിന്നെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. വേണ്ടോ, മയിൽപ്പീലി അകത്തുനിന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ അല്ലിക്കുട്ടി അതും കൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നേ. എന്തായാലും ഇന്ന് ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, സന്തോഷമായിട്ടോ. ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡ് ആയിട്ടുണ്ടേ. യാത്രയായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെട്ടെന്ന് എത്തിയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ആയതുകൊണ്ട് കുറച്ചൊക്കെ റോഡ് ഒഴിഞ്ഞ് കിടക്കുകയായിരുന്നു. പിന്നെ കുറച്ച് എന്താ പറയുക, റോഡ് പണിയൊക്കെ നടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണെങ്കിലും അല്ലാതെ നമ്മൾ ഈസി ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എന്താ പറയുക, പാൽപ്പായസം വാങ്ങണമെന്ന് വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മാത്രം വാങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. അതിൻ്റെ കൗണ്ടർ നോക്കിയിട്ട് കണ്ടതേ ഇല്ല. ഞങ്ങൾ അവിടുത്തെ ക്യൂവിൽ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പായസം റെഡി ആയിട്ടുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ അതിന് കുറേ ചുറ്റി നടന്നിട്ട് ഞാൻ അതിൻ്റെ കൗണ്ടർ മാത്രം കണ്ടില്ല കേട്ടോ പായസത്തിൻ്റെത്. അച്ചു പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങണമെന്ന്. പക്ഷെ അത് വാങ്ങാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ പുറത്തുനിന്ന് ഞങ്ങളിത് ഇങ്ങനെ കുറേ കുട്ടി കുട്ടി ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കീ ചെയിന്, റിങ്. അല്ലിക്കുട്ടിനൊരു റിങ് മേടിച്ചിട്ട് അവന് ഭയങ്കര ഇഷ്ടമായി. അവന് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ കടയിൽ നിന്ന് നമ്മളിങ്ങനെ പപ്പടം, പിന്നെ കുറച്ച് സ്നാക്സ്, പിന്നെ ഈ ഫ്രൈംസ് ഉണ്ടല്ലോ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ നൊസ്റ്റാൾജിയ മിഠായികളൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. തേൻമിഠായി അങ്ങനെയൊക്കെ നമ്മളിവിടെയും കിട്ടും അതൊക്കെ. പക്ഷെ അത് കണ്ടപ്പം ചുമ്മാ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലിക്കുട്ടൻ്റെ അവിടെ നിന്ന് തന്നെ അതൊക്കെ പൊട്ടിച്ച് തിന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടമാങ്ങയും അടനാരങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറേ കാലമായി കഴിച്ചിട്ട്. കുറേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറേ കാലമായിട്ടോ അടമാങ്ങയൊക്കെ കഴിച്ചിട്ട്. ഇപ്പം അമ്മ വീട്ടിലങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. പണ്ടൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു അമ്മ. അതിങ്ങനെ എന്താ പറയുക, വെറുതെ കഴിക്കാൻ രസമാണ്. മീൻ കറിയിലൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞങ്ങൾ എന്താ പറയുക, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങയുടേതും നാരങ്ങയുടേതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലത്തെ ആയതുകൊണ്ട് നമ്മൾ മീനിലൊന്നും ഇടില്ല. എന്നാലും അതങ്ങനെ വെറുതെ തിന്നാനും നല്ല രസമാണല്ലോ. പിന്നെ അച്ചുവിന് ഇങ്ങനെ കരിങ്ങാലിയുടെ ഒരു മാല മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ.
പിന്നെ മഞ്ചാടി, ഓടക്കുഴൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ രസമുള്ള നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ചാടി ഞാൻ മെയിനായിട്ട് മേടിച്ചത് എന്താ പറയുക കണിയിൽ വെക്കാനാണ് കേട്ടോ. ഇതൊന്നും ഞാൻ ഇവിടെ എവിടെയും കണ്ടിട്ടില്ലേ നോക്കിയിട്ട്. ഓൺലൈനിലൊക്കെ ഭയങ്കര പ്രൈസായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ മേടിച്ചു. പിന്നെ അല്ലിക്കുട്ടന് ടോയ്സ്, അത് പിന്നെ സ്ഥിരമുള്ളതാണല്ലോ പുറത്തിറങ്ങിയാൽ അവനൊരു ടോയ്, അത് മേടിച്ച്. എന്നിട്ട് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു. കാരണം അത്യാവശ്യം നല്ല സമയമായിട്ടോ, 11:30 ആയി ഇവിടുന്ന്. ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 11:30-12 മണിയാവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ളൊരു അതിനകത്ത് തന്നെ ഉള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറി. അമ്മ ചോറാണ് കഴിച്ചത്, ഞാനും ഏട്ടനൊക്കെ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. അല്ലിക്കുട്ടനൊരു വട മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇനി ഞങ്ങൾ എന്താ പറയുക ഞാനിങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പ്രിയങ്ക എന്ന് പറയുന്ന ഒരു ഫാൻസി. അവിടെ ഭയങ്കര എന്താ പറയുക വളകളും ബാക്കി ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഞാൻ ഒന്ന് പോകാമെന്ന് വിചാരിച്ചേ. ഐറ്റംസൊന്നും നമ്മളങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നുമല്ല, എന്നാലും ചുമ്മാ ഇത് ഇത്രയും വൈറലായപ്പോൾ അതൊന്ന് പോയി കാണണമെന്ന് വിചാരിച്ച് അങ്ങനെ തപ്പി നടന്ന് കിഴക്കേ നടയൊക്കെ കഴിഞ്ഞ് ആ ഒരു സൈഡിൽ അങ്ങ് റോഡിൻ്റെ അറ്റത്ത് ആയിരുന്നു കേട്ടോ അതുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെയും കുറേ ടോയ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നപ്പോൾ അല്ലിക്കുട്ടർ അവിടെ നിന്ന് ഒരു ടോയൊക്കെ ചാടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അകത്തൊക്കെ കുറേ ചുറ്റി നടന്നിട്ട് ഒരു നെയിൽ പോളിഷും അങ്ങനെ ഒരു ചെറിയ ക്ലിപ്പ് അങ്ങനത്തെ കുട്ടി 2-3 സാധനങ്ങളൊക്കെ മേടിച്ചു. ഇവിടെ 5 രൂപ, വളയ്ക്കൊക്കെ 5 രൂപ, ക്ലിപ്പ് 5 രൂപ, അങ്ങനെ ചെറിയ പ്രൈസുള്ളൂ കേട്ടോ അതിനൊക്കെ. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആനപ്പന്തിയിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്യാവശ്യം നല്ല ടയേർഡായി. പിന്നെ അകത്തുനിന്ന് ആനയെ കണ്ടപ്പോൾ അല്ലു പറഞ്ഞു ഇനിയിപ്പോൾ അത് മതി, ഇനി പോകണ്ടെന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ മമ്മിയൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോയപ്പം നട അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പണി നടക്കുകയാണ്. ഞങ്ങൾ ലാസ്റ്റ് വന്നപ്പോഴും ഇവിടെ പണി നടക്കുകയായിരുന്നു, അതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്താ പറയുക റിനോവേഷൻ ആണെന്ന് തോന്നുന്നു. നല്ല എന്താ പറയുക പണി നടക്കുന്നുണ്ട്. അന്നദാനം ഉണ്ട്, കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ട് പോകുന്നതുകൊണ്ട് പിന്നെ ഒന്നും കഴിച്ചില്ല. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ പ്രസാദം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പായസം. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിതാ അവിടെ നിന്ന് പോരുകയാണേ. ശരിക്കും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ ഇങ്ങനെയൊക്കെ പോയാൽ എന്തെങ്കിലും പ്രശ്നങ്ങളും തിരക്കും, കാരണം ലാസ്റ്റ് ഞാൻ വന്നപ്പം ഇന്ന് കണ്ടതിൻ്റെ പകുതിയും ഞങ്ങൾ അന്ന് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രസാദം കൊടുക്കുന്ന സ്ഥലം ഒന്നും ഞങ്ങളന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ ഈ കുളവും ആനയൊന്നും അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വന്നപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടു. ഇത് ഗുരുവായൂരപ്പൻ, ചെറിയ ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്നാണ് കേട്ടോ പറയാം. പക്ഷേ ഈ സമയം അടച്ചിട്ടുള്ളതുകൊണ്ട് അവിടെയും കയറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അടുത്ത വീഡിയോ കാണാം, ബൈ.